Hi dear friends, welcome back to Easy Commerce Concepts by Aziza. So ഞാൻ വന്നിട്ടുള്ള നിങ്ങളുടെ മൈക്രോ എക്കണോമിക്സ്, അതായത് എക്കണോമിക്സിലെ തന്നെ ആദ്യത്തെ പാർട്ടാണ് മൈക്രോ എക്കണോമിക്സ്. ഈ പാർട്ടിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ റിവിഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കേൾക്കുക, കേട്ടിട്ട് ഇത്ര മാത്രം ചെയ്തത് ഈ ഏരിയയ്ക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ സെൽഫായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ ഏരിയ പഠിച്ചിട്ടുണ്ട്, ദാറ്റ്സ് ഫൈൻ. ഇനി ഈ ഏരിയ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ടൈം ഒന്ന് കുറച്ച് അലോട്ട് ചെയ്യുക, അതിലോട്ടൊന്ന് അലോട്ട് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ വേണ്ടുള്ളൂ, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതിനെ കൊണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് പേരും ഇയറും ഡെഫിനിഷനും ബുക്കും അങ്ങ് പറയാൻ പോവാണ്. അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതായത് ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഒരു ആള്, അദ്ദേഹത്തെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? വൺ വേർഡ്, മാച്ച് ദ ഫോളോയിങ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഈ ഒരു ഏരിയയിലേക്കുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ആഡം സ്മിത്ത് കൺസിഡർ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്, എക്കണോമിക്സിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇയർ 1776 വെൽത്ത് ഡെഫിനിഷൻ ആണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ and the causes of wealth of nation, an inquiry into the nature and causes of wealth of nation എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. ഡെഫിനിഷൻ, വെൽത്ത് ഡെഫിനിഷൻ, ഇയർ വന്നിട്ട് 1776, റൈറ്റ്. അടുത്ത ആളാണ് ആൽഫ്രഡ് മാർഷൽ, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആണ്. ആൻഡ് ഇയർ 1890 ആണ്. ഡെഫിനിഷൻ വന്നിട്ട് വെൽഫെയർ ഡെഫിനിഷൻ ആണ്. ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഇത് ഏത് രീതിയിൽ ചോദിച്ചാലും ഞാൻ നന്നായിട്ട് എഴുതും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അതൊന്ന് എഴുതി വെക്കുക, അത് പഠിച്ചിട്ട് അതിനുശേഷം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ലയണൽ റോബിൻസ് 1932 ആണ് ഇയർ വന്നിട്ട്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് സിഗ്നിഫിക്കന്റ് ഓഫ് എക്കണോമിക്സ് എന്നാണ്. സിഗ്നിഫിക്കന്റ് ഓഫ് എക്കണോമിക്സ്. ആൻഡ് ലാസ്റ്റ് പേഴ്സൺ ദാറ്റ് ഈസ് പോൾ എ സാമുവൽസൺ. ഇയർ വന്നിട്ട് 1964. ആൻഡ് ഡെഫിനിഷന്റെ പേര് ഗ്രോത്ത് ഡെഫിനിഷൻ എന്നാണ്. ബുക്കിന്റെ പേര് ഫൗണ്ടേഷൻ ഓഫ് എക്കണോമിക് അനാലിസിസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളുടെ പേരും കൂടി ഒന്ന് നോക്കാം. പിന്നെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് പ്രോബ്ലം ഫേസ്ഡ് ബൈ ഇന്ത്യൻ എക്കോണമി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാതലായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് ഇൻഫ്ലേഷൻ, പോവേർട്ടി, ഓവർ പോപ്പുലേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, ലോ പെർ ക്യാപിറ്റ ഇൻകം, അൺഎംപ്ലോയ്മെന്റ്, എനർജി ക്രൈസിസ്, ഇല്ലിറ്ററസി, കറപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. പിന്നെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, ഇതാണ് കാതലായ പ്രശ്നങ്ങൾ. അത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട 3 കാര്യങ്ങളാണ്. പ്രോബ്ലം ഓഫ് എലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, അതിൽ വരുന്നത് 3 കാര്യങ്ങളുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ഇന്നലെയാണ് തോന്നുന്നു, ഇന്നലെ തന്നെ ഒരു മെയിൻ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇട്ട സമയത്ത് അതിൽ ഈ ഒരു ചോദ്യം ഉണ്ട്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം ഓഫ് എലോക്കേഷൻ ഓഫ് റിസോഴ്സ് ആണ്. അതിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, അതായത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ലേബർ ഇന്റൻസീവ് ആയിട്ടാണോ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടാണോ പ്രൊഡക്ഷൻ നടക്കേണ്ടത്. ആൻഡ് പിന്നെ വരുന്നത് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് രണ്ടാമത്തെ പ്രോബ്ലം ഓഫ് ഫുള്ളർ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് അറിയാം എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതെന്താണെന്നൊന്ന് നോക്കി വെക്കുന്ന വളരെ നന്നായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണത്. ഇങ്ങനെയൊരു സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി
കർവ് എന്ന് പറയുന്ന ഒരു ഏരിയ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് അതിന്റെ മീനിങ് വന്നിട്ട് കർവ് ദാറ്റ് ഗീവ്സ് ദ കോമ്പിനേഷൻ ഓഫ് ടു കമ്മോഡിറ്റീസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വെൻ ദ റിസോഴ്സസ് ഓഫ് ദ എക്കോണമി ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്. അതായത് ഒരു എക്കോണമിയിലെ മൊത്തം റിസോഴ്സസും കംപ്ലീറ്റ്ലി നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസുകളുടെ കോമ്പിനേഷന്, രണ്ട് കമ്മോഡിറ്റീസിന്റെ കോമ്പിനേഷനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ നമ്മൾ എവിടെയാണോ കാണിക്കുന്നത് അവര് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. നമ്മൾ തന്നെ അത് പഠിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പോസ് ചെയ്തിട്ട് നോക്കിക്കോളൂ. ഈ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ആ ഒരു കർവിലുള്ള പോയിന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ് ആ ഒരു പോയിന്റ്. പിന്നെ അതിന് മുകളിൽ വരികയാണെങ്കിൽ അത് എന്താണ്? ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ആണ്. അതിന് താഴെ വരികയാണെങ്കിൽ അത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. ഷിഫ്റ്റ് ഇൻ PPC എന്ന് പറഞ്ഞിട്ട് നോക്കാം. പിന്നെ അടുത്തതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇതാ ഇങ്ങനെ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ടേബിള് പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നോക്കിക്കോളൂ. പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് MOCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ദ റേറ്റ് അറ്റ് വിച്ച് വൺ കമ്മോഡിറ്റി ഈസ് സാക്രിഫൈസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് അനദർ കമ്മോഡിറ്റി. അതായത് രണ്ട് കമ്മോഡിറ്റിയാണ് നമ്മളിവിടെ പഠനത്തിന്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് കണക്കാക്കുന്നത്. അതിൽ ഒരു കമ്മോഡിറ്റി, the rate at which one commodity is sacrificed for production of additional commodity of another. ഇപ്പൊ രണ്ട് കമ്മോഡിറ്റീസ്, അതായത് കമ്മോഡിറ്റി 1ഉം കമ്മോഡിറ്റി 2. അപ്പം വേറെ എന്തെങ്കിലും പേരിടാം, എന്തെങ്കിലും ഒരു പേര്, ലൈക്ക് കമ്മോഡിറ്റി A ആൻഡ് കമ്മോഡിറ്റി B. ഭയങ്കര ക്ലീശയാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്കിടാം. അപ്പൊ ഇതില് എനിക്കിപ്പോ കമ്മോഡിറ്റി A കുറെ വേണം, അതിന് വേണ്ടിയിട്ട് കമ്മോഡിറ്റി Bന്റെ എണ്ണം ഞാൻ അവിടെ കുറയ്ക്കുവാണ്. അതായത് ഒരു ഗുഡ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ഗുഡ് ഞാൻ വേണ്ടാന്ന് വെക്കുന്നുണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ആക്ച്വലി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുക. സോ അത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, ഡിഫറൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ 15 ഉണ്ടായിരുന്നു. ഒരു B എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റി 15 ഉണ്ടായിരുന്നു. അത് അടുത്തൊരു സെറ്റിലേക്ക് വരുമ്പോൾ അത് 14 ആയി. അപ്പൊ എത്രയാ കുറഞ്ഞത്? 15 14 ആയ 1 ആണ് കുറഞ്ഞത്. അപ്പൊ MOC എന്ന് പറഞ്ഞാൽ 1 ആയി. പിന്നെ 14 ഉള്ളത് അടുത്തൊരു സെറ്റ് വന്നപ്പോൾ 12 ആയി. അപ്പൊ 14 12, അപ്പൊ എത്ര കുറഞ്ഞത്? 2. അപ്പൊ അങ്ങനെ 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 കുറച്ച് എഴുതി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോക്കണം. പിന്നെ ബ്രാഞ്ചസ് ഓഫ് എക്കോണമി ആണ് അതിൽ പിന്നെ നോക്കാനുള്ളത്. ബ്രാഞ്ചസ് ഓഫ് എക്കോണമി എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് ഡിവൈഡഡ് അണ്ടർ 2 ബ്രോഡ് കാറ്റഗറീസ് ആണ്, 2 ബ്രോഡ് ബ്രാഞ്ചസ് ആണ്. ഒന്ന് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. പിന്നെ മൈക്രോയും മാക്രോയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബോക്സ് പറ്റുമെങ്കിൽ നന്നായിട്ട് നോക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാണുന്നുണ്ടോ എന്ന് അറിയില്ല, എനിക്ക് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോക്സ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യതയുണ്ട്. നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗൂഗിളിലൊക്കെ നോക്കി കാണാൻ പറ്റും. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ഡിഫറൻസ് എന്നൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അതിൽ കാണിച്ചു തരും. നമുക്കൊന്ന് പറയാം. മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ് ആണ് അതിൽ കാണിക്കുന്നത്. അതായത് നമ്മുടെ എക്കോണമീന്റെ സിംഗിൾ യൂണിറ്റ്സ്, ഒരു ഫേമിന്റെ പ്രോഫിറ്റ്, ഒരു കൺസ്യൂമറിന്റെ ഇൻകം, അതുപോലെ ഒരു ഫേമിന്റെ പ്രൊഡക്ഷൻ, അങ്ങനെയെല്ലാം ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൽ കാണിക്കുന്നതാണ് മൈക്രോ എന്ന് പറയുന്നത്. മാക്രോ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് സ്റ്റഡീസ് ദ എക്കോണമി ആസ് എ ഹോൾ. അതായത് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്. എക്കോണമിനെ മൊത്തത്തിലാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. പിന്നെ മൈക്രോ എക്കണോമിക്സ് ആണ് പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. അതായത് മൈക്രോ എക്കണോമിക്സിൽ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് അലോക്കേഷൻ ആണ്. അതായത് റിസോഴ്സുകളുടെ പ്രൈസ് ഡിറ്റർമിനേഷനും അതേപോലെ തന്നെ റിസോഴ്സുകളുടെ അലോക്കേഷനും ആണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്.
പിന്നെ അത് മാക്രോയിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ പ്രോബ്ലം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകവും എംപ്ലോയ്മെന്റുമാണ്. അതായത് വരുമാനവും തൊഴിലുമാണ് അവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ മൈക്രോ എക്കണോമിക്സിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ദ മെയിൻ ടൂൾസ് ഓഫ് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ നമ്മൾ എന്താ പറയുക മെയിൻ ടൂൾസ് ഓഫ് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈ ആണ്. ഓക്കെ, ഡിമാൻഡും സപ്ലൈ ആണ്, അതായത് ചോദനവും പ്രധാനമാണ് നമ്മൾ അതിൽ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ മാക്രോ എക്കണോമിക്സിൽ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈ, അതായത് മൈക്രോയില് സിംഗിൾ യൂണിറ്റ്സ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈ ആണെങ്കിൽ മാക്രോയിലോട്ട് അത് വരുന്ന സമയത്ത് അഗ്രിഗേറ്റ് എടുക്കും. ടോട്ടൽ എന്നാണ് ഈ അഗ്രിഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇറ്റ് അനലൈസ് ദ ഇക്വിലിബ്രിയം കൺസ്യൂമർ പ്രൊഡ്യൂസർ ഇൻ ഇൻഡസ്ട്രി, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഇക്വിലിബ്രിയം കൺസ്യൂമറിന്റെ അതേപോലെ തന്നെ പ്രൊഡ്യൂസറിന്റെ ഒക്കെ ആ ഒരു ഇക്വിലിബ്രിയാണ് നമ്മൾ അവിടെ നോക്കുന്നത്. മാക്രോയിലോട്ട് വരുന്ന സമയത്ത് നാഷണൽ ഇൻകവും എംപ്ലോയ്മെന്റും ആണ് നോക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പോയിന്റ് കൺസിഡർ ആസ് ഇൻ ദ മൈക്രോ എക്കണോമിക്സ് ദാറ്റ് ഈസ് എല്ലാം ഒരു നാരോ കോൺസെപ്റ്റ് ആണ്. ഭയങ്കര ഇടുങ്ങിയതും അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് സ്കോപ്പ് ഉള്ള ഒരു നാരോ കോൺസെപ്റ്റ് ആണ് മൈക്രോ എന്ന് പറയുന്നത്, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് സംതിങ് വിച്ച് ക്യാൻ ബി സേ ദാറ്റ് ഇറ്റ്സ് ബ്രോഡ് ഓർ വൈഡ്, കുറച്ചുകൂടെ ബ്രോഡാണ്, കുറച്ചുകൂടെ വൈഡാണ്. പിന്നെ മൈക്രോ എക്കണോമിക്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈസ് തിയറി അല്ലെങ്കിൽ പ്രൈസ് തിയറി. മാക്രോ എക്കണോമിക്സിനെ രണ്ട് പേര് വിളിക്കാറുണ്ട്, ഇൻകം തിയറി എന്നും എംപ്ലോയ്മെന്റ് തിയറി എന്നും അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും നമ്മളെ ഒരു ഡിഫറൻസ് നന്നായിട്ട് പഠിക്കുക, ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യരുത്. പിന്നെ നമ്മളോട് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതായത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി, ഇങ്ങനെ 3 എക്കോണമീസ് ആണ് മൊത്തത്തിലുള്ളത്. അപ്പൊ അതില് സെൻട്രലി പ്ലാൻഡ് എക്കോണമിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോഷ്യലിസ്റ്റ് എക്കോണമി, സോഷ്യലിസം എന്ന് പറയാറുണ്ട്. ആൻഡ് മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്ന സമയത്ത് അതിനെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയാറുണ്ട്. പിന്നെ മിക്സ്ഡ് എക്കോണമി വരുമ്പോൾ ഈ പറഞ്ഞ രണ്ടെണ്ണത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അതിൽ വരുന്നത്. ക്ലിയർ? അതൊന്ന് നന്നായി നോക്കി. ഇതിൽ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദന ഉപാധികളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. പിന്നെ അവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആണ്. മാർക്കറ്റ് എക്കോണമിനെ വിളിക്കുന്ന മറ്റൊരു പേര് പ്രൈസ് മെക്കാനിസം, മാർക്കറ്റ് മെക്കാനിസം എന്ന് വിളിക്കാറുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അതിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും. മിക്സ്ഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷൻ ആണ് അതിൽ വരുന്നത്. ആൻഡ് ഫൈനലി വി ആർ ഇൻ ദ ഫൈനൽ പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്. റൈറ്റ്? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സിൽ പോസിറ്റീവ് എക്കണോമിക്സ് എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ പറയില്ല ഇന്നതാണ്. ഇപ്പോൾ കേരളത്തിന്റെ സാക്ഷരത ഇത്രയാണ്, ആയുർദൈർഘ്യം ഇത്രയാണ്. ജസ്റ്റ് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ വി ആർ ഡിക്ലയറിംഗ് സർട്ടൻ ഫാക്ട്സ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ കാര്യം പറയുക. സിമ്പിളായിട്ട് എന്താണോ വസ്തുത, റിയാലിറ്റി, അത് നമ്മൾ അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാണ് എന്തില്, പോസിറ്റീവ് എക്കണോമിക്സിൽ. ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് ഈസ്, വാട്ട് വാസ് ആൻഡ് വാട്ട് വിൽ ബി. ജസ്റ്റ് വാട്ട് ഈസ്, അത്ര മാത്രമേ അതിൽ പറയുന്നുള്ളൂ. പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് ദ ഡിഫറെന്റ് മെക്കാനിസം ഓർ മെത്തേഡ്സ് ടു സോൾവ് ദ എക്കണോമിക് പ്രോബ്ലം. ഒരു എക്കണോമിക് പ്രോബ്ലം അതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഇന്നത് കാര്യം യൂസ് ചെയ്യും. സിമ്പിളായിട്ട് നമ്മളത് പറയുന്നു, അത്രയേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഡിസ്കസ് ദ ഫങ്ഷനിങ് ഓഫ് ഡിഫറെന്റ് മെക്കാനിസം. എങ്ങനെയാണ് ഡിഫറെന്റ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്നു. ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾ അതിൽ മനസ്സിൽ വെക്കേണ്ടത്. ദർ ഇസ് നോ വാല്യൂ ഫോർ ജഡ്ജ്മെന്റ്. അതിൽ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് നടക്കുന്നില്ല. ഇപ്പം നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, പരീക്ഷ എഴുതിയപ്പോൾ മാർക്ക് കുറഞ്ഞു, അത്രയാണ് അതിലെ പോസിറ്റീവ് എക്കണോമിക്സ്, അത്രയേ ഉള്ളൂ. അതെങ്ങനെ കുറഞ്ഞു, എന്തുകൊണ്ട് കുറഞ്ഞു, വാട്ട് വാസ് ദ റീസൺസ് ഫോർ ദാറ്റ് ഡിക്ലൈനിങ് ഓഫ് മാർക്സ് ഫോർ ദ എക്സാം, അതൊന്നും നമ്മൾ അതിൽ പറയുന്നില്ല. ജസ്റ്റ് വാട്ട് ഈസ്, അത്ര മാത്രം ജസ്റ്റ് പറയുന്നതിനെയാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമാറ്റീവിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ജഡ്ജ്മെന്റൽ വാല്യൂ, അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഒക്കെ അതിലാണ് വരുന്നത്. നമ്മൾ അതിലേക്ക് പോവുകയാണ്. നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഓട്ട് ടു ബി, അതാണ് അതിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ദർ ഈസ് എ വാല്യൂ ഓഫ് ജഡ്ജ്മെന്റ്. നോർമാറ്റീവ് അനാലിസിസ്
of economics deals with the desirability of economic mechanism. നമ്മൾ പറയുമല്ലോ അത് ഇങ്ങനെ ആയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, അത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് അതിങ്ങനെ ആയത്. അപ്പൊ നമ്മൾ അവിടെ ഒരു ഇവാലുവേഷൻ നടന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നു, ഇനി ഇങ്ങനെ ആകണം, അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതൊരു നോർമാറ്റീവ് എക്കണോമിക്സ് ആണ്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫാക്ട് തരികയാണ്, ഇതിങ്ങനെയാണ്, അല്ലാതെ ഇറ്റ് ഷുഡ് ബി, ഇറ്റ് മൈറ്റ് ബി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു, ഇറ്റ് കുഡ് ബി ബെറ്റർ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി മേക്ക് മച്ച് മോർ ഈസിയർ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ടേംസ് ആണ് വരുന്നത്. അത് അങ്ങനെ ഒരു വാല്യൂ ഓഫ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം, ഒരു ഒപ്പീനിയൻ അവിടെ ആരെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംഭവം അവിടെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് മാറി, അതായത് നോർമാറ്റീവ് എക്കണോമിക്സ് ആണ്. സോ that's all about this chapter, first chapter of your micro economics. ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് വെക്കാം. ബിക്കോസ് എനിക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് തരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എക്സാം എന്തായാലും അടിച്ച് പൊളിച്ച് നല്ല സൂപ്പറായിട്ട് എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറേ ക്ലാസ്സസ് നമ്മളിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ് ഫോർ യുവർ എക്സാം. എക്സാം കഴിഞ്ഞിട്ട് വരണം, വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻസർ കീസ് ഒക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. That's all about, and thank you so much for watching the video. Bye bye.